നമ്മുടെ ഇന്നത്തെ സിറ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഡിപ്ലോമ 3ാം സെമസ്റ്റർ മെക്കാനിക്കലിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. സെക്ഷൻ മെക്കാനിക്കലിനോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ, ടൂൾ ആൻഡ് ഡൈ, പിന്നെ ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. ഇന്ന് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ചേലക്കരയിലെ ലെക്ചറായ ശ്രീ സൈദ് സാറാണ്. സൈദ് സാറിനെ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാർ, ഓവർ ടു സൈദ് സാർ. താങ്ക് യു മനു സാർ. മനു സാർ ആണ് നമ്മുടെ കോഴ്സിന്റെ കോർഡിനേറ്റർ. പിന്നെ മെക്കാനിക്കലിന്റെ അണ്ടറിലുള്ള എല്ലാ ക്ലാസ്സുകളും ഒരാഴ്ചയിൽ തന്നെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് എല്ലാം മാനേജ് ചെയ്യുന്നത് മഞ്ചേരി പോളിടെക്നിക്കിലെ HOD മെക്കാനിക്കലായ അനൂപ് സാറാണ്. അപ്പോൾ രണ്ടുപേർക്കും ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് എനിക്കൊരു ചാൻസ് തന്നതിൽ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റ് എൻ്റെ കൊളീഗ് കൂടിയായിട്ടുള്ള സിജോ സാറാണ്. സാറ് ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഹോസ്റ്റ് ചെയ്യാണ്. സാറിനോട് നന്ദി പറയുന്നു. എല്ലാ സ്റ്റുഡൻസിനും, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നല്ല ഫീഡ്ബാക്കുകൾ തന്നിരുന്നു. ഇതിലൊരു മെയിൻ കാര്യം, പൊതുവെ ഇംഗ്ലീഷാണ് നമ്മുടെ ടീച്ചിങ് മീഡിയം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സൊക്കെ റെക്കോർഡഡ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കേണ്ടായിരുന്നത്. കുറേ പേര് മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു മിക്സ്ഡ് ഫോമാറ്റിൽ അനൂപ് സാറിന്റെ പെർമിഷനോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് ചെയ്യാണ്. നമ്മുടെ S3 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ടൂൾ ആൻഡ് ഡൈ, ഓട്ടോമൊബൈൽ, കെമിക്കൽ ഇവരെ സംബന്ധിച്ച് ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്നുള്ള പേപ്പർ നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് പഠിച്ച് നെക്സ്റ്റ് സ്റ്റേജിൽ ട്രൂലി നിങ്ങളുടെ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുന്നത് ശരിക്ക് S3 തൊട്ടാണ്. അതിൽ 2 or 3 പേപ്പേഴ്സാണ് നിങ്ങളുടെ കോറായിട്ട് ഉണ്ടാവുക. ഒരെണ്ണം വേറെ ഒരു ബ്രാഞ്ചിന്റെ പേപ്പറും പഠിക്കണ്ടായിരിക്കും. മെക്കാനിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരുടെ കോർ പേപ്പേഴ്സ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്, മാനുഫാക്ചറിങ് പ്രോസസ്, അത് നിങ്ങൾക്ക് തരുന്നത് നെക്സ്റ്റ് ഒരു എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാഡറിലേക്ക്, ഓട്ടോമൊബൈലിനും ടൂൾ ആൻഡ് ഡൈനും കെമിക്കലിനും അതേപോലെ തന്നെയാണ്. ആ കാഡറിലേക്കുള്ള ഒരു എൻട്രിയാണ്. ഇതൊരു ബേസിക് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പല സ്ഥലത്തും ഡീൽ ചെയ്യുന്നത് പ്രഷറാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷറിന്റെ ഒരു ഇൻറ്റ്യൂട്ടീവായ ലെവൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രഷറിന്റെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാം. അപ്പോൾ today's content we will be having column pressure. We will just see the column pressure and we will check what is pressure head, and we will see what is absolute pressure, gauge pressure. So that content is a generalized content and we will be seeing it for the first time. And along the way there is different devices, systems which utilize the year-old principle of Pascal's law. We will see that and we will do computations from each of these categories. So that is our aim. Why I am doing these computations? Being a flipped type class, this session done by the sitter is going to be the basic layer of your topic. So I am supposed to give you some concept on which you will be checking further. My job is actually to introduce you to the topic and create interest to you. But I'm diverting some in a little margin and doing some computations. Why? Because as an engineer, you will need an analytical skill. You will need the skill to solve the numerical problems. So in that, in my experience with the diploma students, I have seen that due to the lack of that link, how to do it, how to do that in a stepwise manner, many are lacking that skill. അപ്പോൾ അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഫീൽഡിൽ ആ സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ പൊതുവെയുള്ള ഡിപ്ലോമ സ്റ്റുഡൻസിന് അതില്ല. കാരണം അവർക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒരു പക്ഷെ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് അത് പറഞ്ഞു തരണം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, കാരണം ഇനി നമ്മൾ അടുത്ത ഫർദർ സെഷനിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയ ആണ് പോകുന്നുണ്ടാവുക. അവിടെ ഈ സ്കില്ല് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാണ് കേട്ടോ. സോ വിൽ ഡു കമ്പ്യൂട്ടേഷൻസ്. ഓക്കെ, ലെറ്റ് us see the column pressure. It is a normal force exerted by a fluid column per യൂണിറ്റ് ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഫോഴ്സ് ആണ്. വി വിൽ ടേക്ക് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ഓവർ എൻ ഏരിയ. സോ ഇറ്റ്സ് യൂണിറ്റ് ഷുഡ് ബി പാസ്കൽ ഓർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ.
unit should be Pascal or Newton meter square. Now we are giving a term, column pressure. What does that mean? If you have a column of fluid, there is a simple pipe. We are assuming this pipe to be placed in a vertical manner. Okay, so our pipe is there, and we have a column of fluid in this pipe. In this pipe is having a column of fluid. Okay, this is a column. Okay, this column can be present in anywhere. If this pipe is fitted to a particular bigger pipe through which a fluid is flowing in a higher pressure, then if you are fitting this pipe, that fluid will be rising in such a manner. Or you can say, if you are taking a tank, and in that tank, if you are having fluid, then that fluid will be in a static condition. So here also you can have a column. You can have a column. So നമ്മളിങ്ങനെ ഏത് പല സ്റ്റാറ്റിക് ആയാലും മൂവ്മെന്റ് കണ്ടീഷൻ ആയാലും അവിടെ കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിനെയാണ് ഒരു കോളം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനിറ്റ് ഹൈറ്റ് ഉള്ള ഫ്ലൂയിഡിനെ ഒരു കോളം എന്ന് പറയും. ഈ കോളത്തിന്റെ ബോട്ടത്തിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അതാണ് കോളം പ്രഷർ. നമുക്ക് കമ്പ്യൂട്ടേഷൻ ആണ് വേണ്ടത്. കോളം പ്രഷറിന്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഇസ് റോ ജി എച്ച്. പ്ലീസ് റിമെമ്പർ, ഇൻ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് യു മസ്റ്റ് ഹാവ് ദി equations with you. Then in those equations, various terms will be there. You must know what is that term and what is the SI unit of that term. Because in equations, you have to substitute the terms in SI unit. ഇക്വേഷൻസിലെ ഓരോ ടേം എന്താണെന്ന് അറിയണം, അതിന്റെ SI യൂണിറ്റിൽ അറിയണം. കറക്റ്റ് SI യൂണിറ്റിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ ആൻസേഴ്സ് വളരെ കറക്റ്റ് ആയിരിക്കും. ഈ ചെറിയൊരു കാര്യങ്ങളാണ് മിസ്സിംഗ് ഉണ്ടാവുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസിൽ നോക്കാം കേട്ടോ. So this is column pressure. If you have a fluid column to a height of h, if that fluid is having density rho unit in SI system is kilogram per meter cube. G, acceleration due to gravity. Nominal value is 9.81 meter per second square. H, as we said, column height. Then this is your column pressure. It is pressure, its unit is Pascal. Let us do a computation, simple one. First computation is very simple. Calculate the intensity of pressure due to a column of 10.328 meters of water. So we are having a water column. It can be a column available in a pipe level, or it can be a column which is imaginary column in a static fluid container. Anything can be there. There is a column at the bottom level. There will be a pressure exerted by that fluid column. So let us see. In every analytical question, all the friends, we are starting this procedure. In an analytical question, read the question and note down the given points. This may seem to be a childish one, but in my experience, I am saying this. If you are following a 3-step procedure in analytical questions, like when we are in a higher classes, higher semesters, you will be having much typical numerical questions where this skill has to be employed properly. So use the skill now. You start with a simple step. Analytical questionൽ തന്ന പാരാമീറ്റേഴ്സ് എഴുതുക. ഏതെങ്കിലും പാരാമീറ്ററിന്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, കോളം ഹൈറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ H എന്നാണ് സാധാരണ നോട്ടേറ്റ് ചെയ്യുന്നത്. കോളം ഹൈറ്റിന് നമ്മൾ എന്ത് നോട്ടേറ്റ് ചെയ്യണം? H എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂയുടെ മീറ്ററിലാണ്, SI യൂണിറ്റ് ആണ്. സെന്റിമീറ്ററിലോ മില്ലിമീറ്ററോ ആണെങ്കിൽ അതിനെ മീറ്ററിലേക്ക് മാറ്റണം. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന കാര്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് എല്ലാവർക്കും ചെയ്യാം. ഇവിടെ എല്ലാ ഫ്രണ്ട്സും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, SI യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിന് എഴുതി എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കി. സെക്കൻഡ് സ്റ്റെപ്പ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം, ഒരു കോളം പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ, കോളം പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ റോ ജി എച്ച് ആണ്. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണ്. പാസ്കലിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതുക. അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ ഉള്ളൂ. ചിലപ്പോൾ 2 or 3 ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫർദർ സെമസ്റ്റേഴ്സിൽ ചെയ്യും.
അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ? ഈ ഇക്വേഷനിൽ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കേസിൽ റോന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ആണ്. റോന്റെ വാല്യൂ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, നമ്മളത് സ്റ്റാൻഡേർഡ് ആയിട്ട് 4°C അറ്റ്മോസ്ഫറിക് കണ്ടീഷനിലെ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് എടുക്കുക, 1000 kg/m³. G is acceleration due to gravity. All of us know its value, its standard value used in computation is 9.81 m/s². So we have certain values with us. You must know these values. Okay. Then one parameter is available here. You just substitute the known value and given value in SI unit. So this is the third step. So first we listed the given parameters, we found what is to be determined, and second step we noted the equation for that particular item to be determined. Then we are substitution. Third stage is substitution. Certain parameters will be known to us, use those values and use the listed out values and do the substitution. You will be getting the answer in SI unit. There is no doubt. This may be very simple procedure, but in our experience, at least in my experience of teaching, I found many students are lacking this skill. They have the abilities but unable to do the numerical questions. So in numerical, wherever courses numerical questions are of much higher weight, they will be failing or they will be scoring lesser marks, even if they are having very good skill. Practical skill is excellent in case of our diploma students. So please use this technique in every analytical question. And let us see the next question. Calculate the intensity of pressure due to a column of 0.6 meters of an oil of specific gravity. So we listed the given parameters. We know column pressure is rho gh. Then we are having the certain constant with us. Here rho is of oil. Rho is of oil. Here they are mentioned oil of specific gravity 0.85. So rho is not given. Specific gravity is given. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കൂടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഒരു ലിക്വിഡിനെ സംബന്ധിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി, ആ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കൂടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ലിക്വിഡിന്റെ ഇപ്പൊ നമ്മുടെ കേസിൽ ഈ ഓയിലിന്റെ ഡെൻസിറ്റി കിട്ടും. Okay, specific gravity is 0.85, density of water 1000 kg/m³. അപ്പോൾ ഓയിലിന്റെ ഡെൻസിറ്റി 850 kg/m³. Then next is acceleration due to gravity. We know the value. We are substituting all these values in SI unit and you are getting the answer. Very simple. Okay, let us see the next question. Calculate the column height of mercury with same column pressure as that of 1 meter water column. So here they are saying 1 meter water column is there. It will exert a pressure. Suppose same pressure is exerted by a mercury column. What will be the height of that column? So here we know what is the column pressure of 1 meter of water. We can compute that. Using that pressure, we will see corresponding to that pressure, what is the column height of mercury. So let us list out the given details and let us see what is the equation to be used. Step 2, column pressure should be same. It should be 1 water column pressure, and that 1 water column pressure should be same in case of mercury, but that column height will vary because density of water and density of mercury are quite different. Mercury is high densile. It is having 13.6 times density to water. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ ഫർദർ ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ രണ്ട് സൈഡിലും ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും ജി ക്യാൻസൽ ചെയ്ത് പോവാം, ജീനെ ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ജസ്റ്റ് റീഓറിയന്റ് ചെയ്യുമ്പോൾ യു ഗോട്ട് ദ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ. യു ജസ്റ്റ് നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. റോ ഡബ്ല്യു ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാലോ, 1000 kg/m³ അല്ലേ. HW ഇതാ തന്നിട്ടുണ്ട്, 1 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി റോ മെർക്കുറി, മെർക്കുറിയുടെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അത് 13.6 ആണ്. അപ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കൂടെ വാട്ടറിന്റെ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഈ ഡെൻസിറ്റി ഓഫ് മെർക്കുറി കിട്ടി 13,600.
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു, ആൻസർ കിട്ടി. ഈ ഒരു 3 സ്റ്റെപ്പ് അനലറ്റിക്കൽ ക്വസ്റ്റ്യനിൽ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഫർദർ സ്റ്റേജിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എഴുതി കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കി, തന്നിരിക്കുന്ന പാരാമീറ്ററിൽ നോൺ SI യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റി കണ്ടുപിടിക്കുന്ന ആ കാര്യത്തിന്റെ ഇക്വേഷൻ അത് പഠിച്ചിരിക്കണം. അതിന് വേറെ വഴിയൊന്നുമില്ല. ആ ഇക്വേഷൻ നിങ്ങൾ എഴുതി കറക്റ്റ് ആയിട്ട് വെച്ചു. അതിലുള്ള കോൺസ്റ്റൻസ് ഒക്കെ കറക്റ്റ് യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റ് യൂണിറ്റിൽ SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് എന്തിൽ കിട്ടും? SI യൂണിറ്റിൽ കിട്ടും. In this case, they are asking for the what is the height of the mercury column. Height should be in meters. This is the answer, 0.735 meters of mercury. ഇത് നിങ്ങൾക്ക് മുന്നേ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിൾ, നത്തിങ് എൽസ്. ഓക്കെ, നോ ലെറ്റ് us see the pressure head. Pressure head, we just seen if there is a column of fluid, if there is a column of fluid of certain height, there is a column of fluid of certain height. At the base, it will exert a pressure, and that pressure we are computing in terms of column pressure. At this base, it will exert a pressure, that is your column pressure. That column pressure is rho into G into H. No, the reverse you please see. If you have a pressure, in last numerical question we have seen it. If you have a pressure, if you have an intensity of pressure in Pascal, you can say what should be the column height. We have seen that. So there is some relations. Pressure can be expressed in Pascal. It can be expressed in terms of column height. That means it can be expressed in terms of meters of fluid. If you are expressing pressure in terms of meters of fluid, it is called pressure head. Pressure head എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറിനെ, പാസ്കലിലുള്ള പ്രഷറിനെ മീറ്റേഴ്സ് ഓഫ് ഫ്ലൂയിഡിലേക്ക് മാറ്റുമ്പോൾ പറയുന്ന കാര്യമാണ്. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. P/W. W is specific weight of the fluid in Newton per meter cube. W is the specific weight of the fluid in Newton per meter cube. This is specific weight in Newton per meter cube. And we all know W is actually rho into G. So usually we use this equation. പാസ്കലിലുള്ള പ്രഷറിനെ എടുക്കുക, അതിനെ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റോ നമുക്ക് എല്ലാവർക്കും അറിയാം, മാസ് ഡെൻസിറ്റി ഓഫ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് പ്രഷർ ഹെഡ്. ഒരു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. കൺവേർട്ട് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഓഫ് ഒരു പ്രഷർ വന്നിട്ടുണ്ട്, എന്തായാലും ചെയ്യേണ്ടത്? അതിനെ കറസ്പോണ്ടിങ് പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആക്കണം. ഞാൻ ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിൽ ചെയ്യാണ്, കാരണം ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏത് ലെക്ചറിനെ വിളിച്ചാലും ആ ലെക്ചറിന് ഈ കണ്ടന്റ് അവൈലബിൾ ആയിരിക്കും, അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ സൊല്യൂഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് വെച്ച് നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങളുടെ രീതിയിൽ നന്നായിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, let us see what is given. Intensity of pressure is given. Please see, 250 megapascal is the unit. Megapascal is not an SI unit. അപ്പൊ അതിനെ പാസ്കലിന് മാറ്റണം. പാസ്കൽ ആണ് SI യൂണിറ്റ്. മെഗാപാസ്കലിന് ഇക്വലന്റ് വാല്യൂ 10⁶ പാസ്കൽ. മെഗാപാസ്കലിന് ഇക്വലന്റ് വാല്യൂ മെഗാപാസ്കലിന്റെ പ്ലേസിൽ അതിന്റെ ഇക്വലന്റ് വാല്യൂ നിങ്ങൾക്ക് എഴുതാം. യൂണിറ്റ് കൺവേർഷൻ ഇത്ര സിമ്പിളാ. അത് 2-3 കാര്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യൂണിറ്റിനെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേറൊരു യൂണിറ്റിൽ ഉണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റും കൂടി അവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ 60 mm ഉണ്ടെന്ന് വെച്ചോളൂ, 60 millimeters. ഇതിനെ മീറ്റർ ആക്കണം. നമുക്കറിയാം ഒരു mm എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. ഒരു mm എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. അപ്പോൾ ഈ mm പ്ലേസിൽ നിങ്ങൾ മില്ലിമീറ്റേഴ്സ് എവിടെ കാണുന്നോ അവിടെ എന്ത് ചെയ്യാം? ഇതൊരു മില്ലിമീറ്ററാണ്. ആ ഒരു മില്ലിമീറ്ററിന് ഇക്വലന്റ് ആണ് 10⁻³ മീറ്റർ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 60 × 10⁻³ 60 × 10⁻³ meter. ശ്രദ്ധിച്ചോ? All of you can see this. Unit conversion is such a simple idea.
You take one unit and you substitute the equivalent value in any other unit. അപ്പോൾ ഈ മില്ലിമീറ്ററിന് പകരം നമ്മൾ 60 അതേപോലെ ഉണ്ട്, മില്ലിമീറ്ററിന് പകരം അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മീറ്റർ എഴുതി. ദിസ് ഇസ് ദ ഐഡിയ ഓഫ് ദി യൂണിറ്റ് കൺവേർഷൻ. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ രീതിയിൽ പറയാണ് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. So mega pascal ne pascal aki, we need the equation. Pressure head is P by rho g. We know this is water, rho g, we know. Pressure is given in pascal. Everything will be substituted in SI unit. In this case, pressure SI unit, pascal or Newton meter square, correct. In rho, kilogram per meter cube, correct. Then G, 9.81 meter per second square, and you are having the answer. Okay, now let us see the next question. Here, convert pressure intensity. Intensity is given. Only thing is that one oil is there. So what is the equivalent pressure head? Equation is same, and in this case, equation is exactly same. Only you need pressure value is given, raw value you need, because this is kerosene of relative density. So density of kerosene has to be computed, and we know if specific gravity is multiplied with standard density. Standard density is density of water 4 degrees Celsius, 1 atmosphere pressure, that is 1000 kilogram per meter cube. You will have mass density of mercury as 800 kilogram per meter cube. So P is there, rho is there, G is there, and you will have the answer. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എത്ര ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ മെത്തേഡിൽ ചെയ്യാം. ഒറ്റ കാര്യം ഉണ്ട് കേട്ടോ, SI യൂണിറ്റിൽ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം, കോൺസ്റ്റൻസ് അറിഞ്ഞിരിക്കണം, ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതിൽ ചെറിയ ചെറിയ മിസ്സിങ് വരുമ്പോഴാണ് ആൾക്കാർ ഇത് പാസ്സാവാതെ വളരെയധികം നമുക്ക് വിഷമം തോന്നും. നല്ല കഴിവുള്ള ആൾക്കാർ തന്നെ ഇങ്ങനത്തെ ചെറിയ സ്കില്ല് അറിയാത്തതുകൊണ്ട് ഫെയിലായി പോവാം. ഇക്വേഷൻ പഠിക്കണം, അതിന് വേറെ വഴിയില്ല. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കറക്റ്റ് യൂണിറ്റ് ചെയ്യാൻ പഠിച്ചാൽ ഹൈ മാർക്ക് കിട്ടേണ്ട ആൾക്കാരാണ് അവരൊക്കെ. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ആ രീതിയിൽ ഹൈ മാർക്ക് വാങ്ങുന്നു വിചാരിക്കണം. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടിയാൽ നല്ലതാണ്. ദെൻ ലെറ്റ് us see the next thing, ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. അതെന്താ? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ട്. ഈ ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ഫിസിക്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇവൻ +2 വരെ പഠിച്ചിട്ടുണ്ടാവില്ല ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. അല്ലെങ്കിൽ അത്ര നല്ല സാറുമാരാണെങ്കിൽ അവർക്ക് ഐഡിയ കൊടുത്തിട്ടുണ്ടാവും. എന്താ ഈ ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫറിക് എയർ കോളം. നമുക്കറിയാം എല്ലാ ഫ്ലൂയിഡ് കോളും ഒരു പ്രഷർ എക്സെർട്ട് ചെയ്യും. കോളം പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോ GH വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാ ഫ്ലൂയിഡ് കോളും, ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും, എയർ ഒരു ഫ്ലൂയിഡ് ആണ്, 1.29 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ, ആ ഒരു ടെമ്പറേച്ചർ പ്രഷർ സിറ്റുവേഷനിൽ. അപ്പോ അതും ഒരു പ്രഷർ എക്സെർട്ട് ചെയ്യും. നമ്മുടെ ഭൂമിയുടെ ചുറ്റും അറ്റ്മോസ്ഫറിക് എയർ ഉണ്ട്. നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. കിലോമീറ്റർ ഹൈറ്റിലുള്ള ഈ എയർ കോളം, എയറിന്റെ ഡെൻസിറ്റി കുറവാണ്, പക്ഷെ ഇതിന്റെ ഹൈറ്റ്, ഈ എയർ കോളത്തിന്റെ ഹൈറ്റ് കിലോമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഈ എയർ കോളം ഇപ്പൊ ഈ നിൽക്കുന്ന ലൊക്കേഷൻ, ഇപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നിങ്ങളുടെ ഈ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എയർ കോളം ഉണ്ടായിരിക്കും. അപ്പൊ ഈ എയർ കോളത്തിന്റെ ആ കോളം പ്രഷർ നിങ്ങളുടെ ആ ലൊക്കേഷനിൽ ആക്ട് ആവും. അതിനെയാണ് ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നുള്ളൊരു സംഭവം ഇല്ല. ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അറ്റ് എ ഗിവൺ ലൊക്കേഷൻ. ഇപ്പൊ നിങ്ങൾ കൊച്ചിയിലാണുള്ളതെന്ന് വെച്ചാൽ അവിടെ എയർ കോളത്തിന്റെ ഹൈറ്റ് മാറും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടത്തെയൊക്കെ ഓൾട്ടിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. സാധാരണ ഒരു സമതല പ്രദേശമാണെങ്കിൽ അവിടെ എയർകോളത്തിന്റെ ഹൈറ്റ്, എയർകോളം അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ടായിരിക്കും. നിങ്ങളൊരു ഹിൽ ഏരിയയിൽ പോകുമ്പോൾ നോക്കൂ, ഹില്ലിന്റെ ഹൈറ്റ് കൂടുതലല്ലേ, എർത്തുനിന്ന് ഒരു പ്രൊജക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അവിടുത്തെ എയർകോളത്തിന്റെ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കും. അവിടുത്തെ ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാകും. അപ്പോ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയും. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓൾട്ടിറ്റ്യൂഡ്. If you are going higher, local atmospheric pressure will lower. If you are going deeper, ഇപ്പൊ നിങ്ങൾ ഒരു വാലി ഏരിയയിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫറിക് എയർ കോളത്തിന്റെ ഹൈറ്റ് കൂടും, ലോക്കൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടും. സോ പ്ലീസ് റിമെമ്പർ, ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ atmospheric pressure will vary. So always atmospheric pressure at a given location is termed to be local atmospheric pressure. No, what is standard atmospheric pressure? What is standard? It's a standard value. Because if you have different location, we are doing an experiment in India, we are doing the same experiment in America, we are doing the same experiment in Germany.
where local atmospheric pressures will be different. So if you want to do the computations, it's better to take a standard value. And that standard value is the sea level. Because from the sea level around the earth, it's a magnificent point. It's a very excellent point. Earth is having a type of spherical structure in that sea is spreaded. From the sea level, your air column height will be same. So you are using this as a reference level. Atmospheric pressure tabulated with respect to sea level, you are using that. And you are using that for the calculations. You are using for the calculations. That is your standard atmospheric pressure. In a different slide, I will say the standard atmospheric pressure value. All the students must study the value in 3 different units. If you have that idea, in the first module, all your numerical questions will be very simple. Standard atmospheric pressure in 3 different units. I will come to that. Now, what is gauge pressure? Suppose we have a pipe. We have a particular pipe. In that pipe, a fluid is flowing. Fluid is flowing through that pipe. And we have a gauge which will measure the static pressure of the fluid. Okay, initially that gauge will be giving you 0 reading. There is no flow. Initially there is no flow. The pipe is open to atmosphere. So although gauge is giving you the 0 reading, that does not mean that there is 0 pressure. No, there will be local atmospheric pressure. But gauges are calibrated such that it gives you 0 reading at local atmospheric pressure. Now you are permitting a flow. You are permitting a flow. Your gauge give you a different reading. Say 8 bar. 8 bar is the reading of the gauge. This 8 bar is the pressure recorded by the gauge. It is your gauge pressure. It is the pressure above local atmospheric pressure. Pressure above local atmospheric pressure. Because gauges will give you 0 reading at local atmospheric pressure. This is a pressure indicated by the gauges. Now, let us see, all of us heard the name of vacuum gauges. Suppose we have a particular container, and in this container, we are having atmospheric air. There is a type of pump known as vacuum pump, which can evacuate air from the container. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് എയറിനെ പുറത്തേക്ക് വലിച്ചു കളയാനുള്ള വാക്വം പമ്പ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഫീൽഡിലൊക്കെ അത് ഡീൽ ചെയ്യും. ഈ വാക്വം പമ്പ്സ് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ഇങ്ങനെ കളയുമ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴേക്കാണ് പോവുക. ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴേക്കാണ് പോവുക. അപ്പോൾ there are certain pressures which will be below the local atmospheric pressure. That is called vacuum gauges, which are measured by vacuum gauges, and that pressure is vacuum pressure. The vacuum gauges can be simply seen because 0 will be on right side. When you are creating the vacuum, it deflects in anti-clockwise manner. Normal pressure gauges give you clockwise deflection. If more and more pressure is there, gauge will deflect in clockwise manner. But vacuum gauges will deflect in anti-clockwise manner. The point of deflection will be anti-clockwise. That means from the local atmospheric pressure, lower and lower pressure is attained there. So such pressures are called vacuum pressures. Such gauges are called vacuum gauges. So all the friends, gauge pressure is pressure above local atmospheric pressure. Vacuum pressure is pressure below local atmospheric pressure. Now we are comparing all these things. The most basic pressure is called absolute 0. It's an imaginary pressure, but there is a idea that there is complete vacuum. No, it's not possible. In a location, there will be local atmospheric pressure. So if a gauge is there which will record pressure in excess of local atmospheric pressure, it is called gauge pressure. If a gauge is there which will record pressure lesser than local atmospheric pressure, local atmospheric pressure ന് താഴെയുള്ള pressure record ചെയ്യുന്ന gauge ആണ് vacuum gauge. ആ pressure ആണ് vacuum pressure or negative gauge pressure. അപ്പോൾ ഓരോ ലൊക്കേഷനിലെയും local atmospheric pressure different ആണ്.
അപ്പോൾ ഡിഫറൻസ് സ്ഥലങ്ങളിൽ നിങ്ങൾ എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളോട് പറയും അബ്സല്യൂട്ട് പ്രഷറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യണ ആ പ്രഷറിന്റെ ലെവലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ആ വാല്യൂ ആണ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം വഴി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗേജ് പ്രഷറിന്റെ കേസിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റും പിന്നെ ഈ ഹൈറ്റും കൂടി ആഡ് ചെയ്താൽ മതി. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ ഈസ് pressure with respect to absolute zero used for the correct experimental analysis all over the world, and it is the sum of local atmospheric pressure and gauge pressure. Suppose we have vacuum pressure, then this will be the local atmosphere, this will be the absolute pressure. Absolute pressure is indicated as PAB, P suffix AB. In this case, absolute pressure is this height minus this height. This height is local atmospheric pressure. This height is gauge negative pressure or vacuum pressure. So we can say the absolute pressure, there will be questions for you. It's actual pressure at a given location relative to absolute vacuum. Just two equations, local atmospheric pressure plus gauge pressure, or local atmospheric pressure minus vacuum pressure. We are going back to the earlier slide. Here I told you all of you will be doing very good in FMP provided you know values of standard atmospheric pressure in 3 units. Standard atmospheric pressure is equal to 1 atmosphere. It is written as 1 atm, 1 atmosphere. It is equivalent to this much Pascal, or instead of this we will say it is equal to 1.01325 bar, 1.01325 bar. Please study these two values and this value also, 760 mm of mercury. Standard atmospheric pressure is 1 atmosphere, which is equal to 1.01325 bar, which is equal to 760 millimeters of mercury. Because the main task for you in your manometrical analysis is that you have to do the interconversion of these units. Mostly bar will be the given unit. You have to substitute in Pascal. So you must know how to do that. For that, these 3 values are given. And we will be seeing this in our numerical questions. Let us see this question. You are just discussing the last year question. Estimate the gauge pressure and absolute pressure at a point 4 meter below the free surface of a liquid of specific gravity 1.53. You will be seeing this recorded version later in YouTube. So I'm moving in a very fast manner such that all the questions will be solved. There is no doubt. You can just see that by itself. I am drawing a figure for that. There is one tank, one liquid is there. Its specific gravity of the liquid is shown there. Specific gravity of liquid is 1.53. Atmospheric pressure is said to be the value. They are asking for the gauge pressure and absolute pressure at a point 4 meter. So H value is 4 meter. At a depth of 4 meter in this particular liquid, what is the pressure? That pressure can be gauge pressure or absolute pressure. They're asking for both these things. It's an 8-mark question. And let us solve it. Let us list out the given values first. Column height, it's meter. Specific gravity is given. And density from the specific gravity, by using specific gravity into density of water, you will get the mass density of liquid. We are taking it to be the given parameter. Atmospheric pressure is given, millimeters of mercury. Please remember, we have to convert this into Pascal. We will see it. Okay, and they are asking for what is the pressure at location 2. What is the pressure at location 2 in terms of gauge, in terms of absolute value. A gauge pressure equation is very simple. Gauge pressure equation is just the column pressure. You have the rho GH, you get gauge pressure. And you said it right, because absolute pressure is
local atmospheric pressure plus gauge pressure. You have the gauge pressure value. Now you have to add this with the local atmospheric pressure. You will get all the 8 marks. Let us see that. Let us see that. Gauge pressure is obtained by us. We need absolute pressure. We know absolute pressure is local atmospheric pressure plus gauge pressure. Okay, and what is this local atmospheric pressure? They have given the value in millimeters of mercury. We need to convert this into Pascal. Instead of a millimeter of mercury, whatever be the equivalent value in Pascal, you can write here. 760 into that value, you can write here. So what is the idea? This 760 mm of mercury is exactly equal to this much bar. And all of us know from our physics experience, all of us knows that 1 mm of mercury, 1 mm of mercury or 1 bar, we have the bar value. 1 bar is 10 raised to 5 Pascal. So instead of bar, you just write 10 raised to 5 Pascal. So 760 mm of mercury is equal to 1.01325 bar. That standard value we know. Bar to Pascal conversion, you must be seeing here. Instead of bar, I'm writing 10 raised to 5 Pascal. So the atmospheric pressure is in Pascal. This value, when multiplied with this value, will give you the answer. That's it. Very simple. You must know the conversion. Let us see another question, because this conversion has to be reiterated now. You know how to do an analytical question. You will be studying the equations, because we will ensure that, but you must know the unit conversion also. At least for someone of you, we are giving this the idea. Let us see another question. Convert local atmospheric pressure of 740 mm of mercury into bar and Pascal. For your work, you are just checking. Yeah, I'm giving you. Okay, the given parameter, local atmospheric pressure is 740 mm of mercury. Please remember, in our equations, we have to substitute in Pascal. So let us see how it's happening. We need local atmospheric pressure in bar and Pascal unit. Okay, let us see that. We know standard atmospheric pressure is this. All friends, all dear friends, please study this one. Already I told you. If you have this idea, everything is over. Okay, so from this one, I know I have this simple convention that 760 mm of mercury is this much bar. I'm taking 760 to other side of the equation. I'm just keeping 1 mm of mercury here. So that will be 760 mm of mercury. 760 mm of mercury is equal to 1.01325 bar. I'm taking 760 to that side. That means 1 mm of mercury will be this much bar. Okay, so instead of 1 mm of mercury, you can simply write this value. This is equivalent. So for 740 mm of mercury, if you want the value in bar, you just write 740 into this value. 740 into this value. Very simple. Now, let us see what is the value in Pascal. So now we have the value in bar. Instead of mm of mercury, we just, I'm again reiterating this. At least for the someone, you need this idea. Mm of mercury, I can write the equivalent value. Now, let us convert this into Pascal. And all of you, you must study two simple relations. Then all the manometric analysis will be very simple. This is the second relation. 1 bar is 10 raised to 5 Pascal. So wherever you are seeing bar, you can write 10 raised to 5 Pascal. This is equivalent, just equivalent 10 raised to 5 Pascal. Maybe this is simple, but from my experience, the experience of senior persons, they are saying analytical questions are not done properly by diploma students. So this is the idea. You just do the proper substitutions. Okay, no, the answer, you are having the answer. Okay, instead of bar, you are just writing 10 raised to 5 Pascal. No, I'm giving you this question. Maybe
You can see this question. Enough time is there. Estimate a gauge pressure, absolute pressure at a point 5 meter below the free surface of a liquid. So there is point 2, which is below the free surface. The free surface is shown here. It is the surface over which local atmospheric pressure is experienced. Please see this particular symbol. This particular symbol is used in figures. When you are in seeing certain drawings, you'll be seeing such symbols. So this is free surface where pressure is uniform, pressure is maybe local atmospheric pressure. Okay, now let us go up to a point 2. There is 5 meter depth. This liquid is of specific gravity 1. So you can take, if specific gravity is 1, that density will be equivalent to water. It can be water or it can be a liquid whose density is exactly same as that of the water. That is the idea of specific gravity 1. Atmospheric pressure is not 740 mm. It is slightly different. So all the friends, you can list out the given parameters. Very simple. All the parameters are listed out, and you please note down what is to be determined. P2 in gauge, P2 in AB. Now all are well versed with the idea. P2 in gauge pressure or P2 in absolute pressure. Pressure experience that this section 2 has to be found out. And gauge pressure is just column pressure, rho GH. We have the rho value, we have the G value, we have the H value. We are substituting in SI unit. You got the gauge pressure. You got 4 marks. No, 4 more marks are there. For that, you have to compute absolute pressure. You just got the gauge pressure. Now you have to see the absolute pressure. How to do that? You have the equation. Absolute pressure is local atmospheric pressure plus gauge pressure. Here only one point is there. Your gauge pressure is in Pascal. Your local atmospheric pressure is given in millimeters of mercury. So you have to do the conversion. Earlier computation, we have done this. We are repeating that so that everyone get this idea. We know standard atmospheric pressure is 760 mm of mercury, which is equal to 1.01325 bar. So 1 mm of mercury will be 0.0133 bar. So instead of 1 mm of mercury, I can substitute this value. That's it. Okay, I can substitute that value. Instead of 1 mm of mercury, I'm just substituting the equivalent value in bar. Now, our answer should be in Pascal. So bar value, the unit of bar also has to be changed, also has to be altered into Pascal. What is that? What is the equivalent value of bar? We know 1 bar is equal to 10 raised to 5 Pascal. We know that 1 bar is equal to 10 raised to 5 Pascal. So we are substituting the value of equivalent value of Pascal, 1 bar. All of us know this. 1 bar is equivalent to 10 raised to 5 Pascal. So instead of bar, we are just writing it, and we got the atmospheric pressure in Pascal, and by using this atmospheric pressure in Pascal, here one correction is there. All of you note this correction. I made a wrong thing here. I'm correcting it. This should not bar. This is in Pascal, because 1 bar is equal to 10 raised to 5 Pascal. So this Pascal value along with this value will give you the final answer. You have the complete mark. You have the complete concepts. That's it. Now there is a question, very, very different. An open tank contain, when I was in evaluation camp, I would have done evaluation of more than 300 or 400 script on that year. Out of that, I have seen only, it's very, very pathetic to see that from our side, teachers has to do a lot of support, basic support to a lot of students, because they are lacking the basic skills. So I'm speaking from my side. It's my mistake that only 5 or 6 persons done this question correctly, because we have not given this aspect to you. So I'm just taking it. An open tank contain water up to a depth of 4 meter and an oil of specific gravity for a depth of 3 meter.
So you see this. You have water, you have oil. I'm not giving you this point. You must be knowing it by yourself. Which fluid will be the bottom fluid? You have water, you have oil. Two fluids are there. Which will be in the bottom? Yes, Christotonic, they given the message. Water. Because oil is having specific gravity 0.85. That means its density will be lesser than the density of water. If specific gravity is greater than 1, that means that fluid will be of more density to water. If specific gravity is lesser than 1, the fluid will be definitely less denser. Density water നെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ? So density കൂടിയ fluid താഴെ ഇരിക്കും. So fluid 2 will be your water and this will be your oil. I'm getting more messages. Very good, very good. Everybody is giving the answer. Okay. Anyway. Let us see this. So this question, what they are asking for? Find the pressure intensity at the interface. Which is interface? Interface means this section. Interface between two liquids. ഈ രണ്ട് ലിക്വിഡ്സ് തമ്മിൽ യോജിച്ചിരിക്കുന്ന ആ കോമൺ സെക്ഷൻ അതാണ് ഇന്റർഫേസ്. സോ ദേ ആർ ആസ്കിംഗ് യു ടു ഗെറ്റ് ഇന്റർഫേസ് പ്രഷർ ഇന്റൻസിറ്റി ആൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവരെന്താ പറയുന്നത്? ഈ ഡെപ്തില്, ഈ പർട്ടിക്കുലർ ഡെപ്തില് ഒരു കോളം പ്രഷർ ഉണ്ടാവും അല്ലെ? ഇവിടെ ഓയിൽ ഉണ്ട്. ഓയിൽ ഒരു 3 മീറ്റർ ഡെപ്തില് ഓയിൽ ഉണ്ട്. ഈ 3 മീറ്റർ ഡെപ്തില് ഓയിൽ ഉണ്ടാവുമ്പോൾ അതിനൊരു കോളം പ്രഷർ ഉണ്ടാവും അല്ലെ? അതാണ് ഈ ഇന്റർഫേസിൽ ഉണ്ടാവുക. അത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അടുത്തെന്താ പറയണേ? അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. ടാങ്കിന്റെ ബോട്ടത്തിൽ ഒരു പോയിന്റ് എടുത്തോളൂ. അപ്പൊ ഇവിടെ ഒരു കോളം ഉണ്ട്. അപ്പൊ ഈ കോളത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. ഈ കോളത്തിന്റെ മേലെ ഇത്ര ഹൈറ്റ് ഉണ്ട് അല്ലെ? ഈ ഹൈറ്റില് ഒരേ ലിക്വിഡ് അല്ല. ഇത്ര ഡെപ്തില് ഒരു ലിക്വിഡും ഇത്ര ഡെപ്തില് വേറെ ലിക്വിഡും ആണ് അല്ലെ? അപ്പോ ഇവിടത്തെ ലിക്വിഡിന്റെ പ്രഷർ റോ ജി എച്ച്, ഇവിടത്തെ റോ ജി, ഈ ഡെപ്ത്, ഈ ഒരു പർട്ടിക്കുലർ കോളം പ്രഷർ റോ ജി എച്ച്. റോ വ്യത്യാസമുണ്ട്, കാരണം ഇത് വാട്ടറും ഇത് ഓയിലും ആണ്. അത്ര ഐഡിയ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ബോട്ടത്തിലെ കോളം പ്രഷർ കണ്ടുപിടിക്കാം. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ കുറെ പേര് ഇതപ്പം മെസ്സേജിൽ വരുന്നതായിരിക്കും. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു, തന്നിരിക്കുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഇക്വേഷൻസ് ഒക്കെ എഴുതി. നമ്മൾ എക്സ്പെർട്സ് ആയില്ലേ, പിന്നെ അതൊന്നും പറയുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നില്ല. പ്രഷർ അറ്റ് ഇന്റർഫേസ് ഓഫ് ദ ലിക്വിഡ്സ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു കോളം പ്രഷർ ഓഫേർഡ് ബൈ യുവർ oil column. Fluid 1 is oil. Okay, so that is the answer. You just substitute it. You have the specific gravity, you can get the mass density in kilogram per meter cube. G, you know. H1, it is your 3 meter. Okay, now pressure at the bottom will be column pressure of oil plus column pressure of water. That's it. You have the idea. Now let me see. I'm just checking the chat box. Let me see. What is the answer? Is it in gauge or absolute? What about the P1, P2 value we just determined? Is it in gauge or absolute? Let me see the chat box. Rohit Rajiv is the first one. Very good boy. It's the gauge value. Because we are not taking any base value. We are just checking the value offered by the column, which is excess of the column pressure. Let me see who is giving the next answer. How to get this value into absolute? I have a gauge value. How to get this gauge value in absolute? Let me see the chat box. How P1 can be converted to absolute? Come on. How P1 can be converted to absolute? Add local pressure എന്നൊന്നും പറയലോ. ആരാണ്? അബിൻ പി ജെ. ലോക്കൽ പ്രഷർ, ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നിർമ്മൽ രാജ് is the first one. Christo, you got it right. Many persons are giving the answer. Excellent. So absolute pressure is local atmospheric pressure plus gauge pressure. But please remember, in your case there can be vacuum pressures also, negative gauge pressures also. So what is the equation? Absolute pressure will be local atmospheric pressure minus
negative pressure or minus vacuum pressure. So that is the content. A particular column of fluid can exert a pressure at the base. That pressure can be converted to a head in meters of particular fluid. It is called pressure head. And when you have computations, you have to do the computations, international level computations on absolute. Locally, the readings can be gauge value or vacuum value, negative gauge value. Okay, so in this case, you must need the local atmospheric pressure. And please remember, for our level, our elementary level of computation, അപ്പോൾ നമ്മൾ ഡിപ്ലോമ ലെവലിലല്ലേ വളരെ സിമ്പിൾ കാര്യങ്ങളെ ചെയ്തു. കമ്പ്യൂട്ടേഷനിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. മൂന്ന് രീതിയിലുള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ പഠിക്കണം. 1 ATM എന്നാണ് പൊതുവെ പറയാ. 1.01325 ബാർ ഈക്വൽ ആണ് 760 millimeters of mercury, അതും ഈക്വൽ ആണ്. ഇനിയും വാല്യൂസ് ഉണ്ട്, കാരണം ബാറിന് നിങ്ങൾക്ക് പാസ്കലിലാക്കാം. 1 bar 10⁵ പാസ്കൽ ആണ്. ഇനി നിങ്ങൾ എന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 1 atmospheric pressure 1.01325 ബാർ എന്ന് പറഞ്ഞാൽ 10.34 meters of water ആണ്. നമ്മുടെ സ്ലൈഡിൽ ഉണ്ടാവും. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സ്ലൈഡ്. നിങ്ങൾ കോഴ്സ് കോർഡിനേറ്റേഴ്സിനെയോ നിങ്ങളുടെ അവിടുത്തെ ലെക്ചേഴ്സിനെയോ കോൺടാക്ട് ചെയ്താൽ മതി. അവർക്ക് എല്ലാവർക്കും ഈ സ്ലൈഡ് നമുക്ക് അവൈലബിൾ ആക്കാം. ഈ സ്ലൈഡിൽ പ്രത്യേകിച്ച് നമ്മുടെ നന്നായി പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ബേസിക്സ് അങ്ങോട്ട് കറക്റ്റ് ആക്കിയോളൂ. ഇതൊക്കെ കുറെ സിമ്പിൾ കാര്യങ്ങൾ, 99% ഞാൻ സിമ്പിൾ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇനിയുള്ളതാണ് കുറച്ച് ക്രിയേറ്റീവായ കണ്ടന്റുകളാണ് ഇനി ഉണ്ടാവുക. അതുകൊണ്ട് ഇത് സ്ട്രോങ് ആയ നിങ്ങൾക്ക് അവിടെ തകർക്കാം. ഓക്കെ, എനിവേ ലെറ്റ് us see the Pascal's law. Maybe the faculty done the first session would have done this Pascal's law. I'm just repeating it for giving you a particular work. Pascal's law is saying that if external pressure is applied to a confined fluid, ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ച ഫ്ലൂയിഡ്, അതിന് അവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, പക്ഷെ അതിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഫ്ലോ ചെയ്ത് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് കൺഫൈൻഡ് ഫ്ലൂയിഡ്. അതിലൊരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ pressure at every point in the fluid increases by the same amount. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ അതിനൊരു അപ്ലിക്കേഷൻ വഴി ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. സാധാരണ എല്ലാവരും നമ്മൾ സ്കൂളുകളൊക്കെ കണ്ട അപ്ലിക്കേഷൻ തന്നെയാണ് ഹൈഡ്രോളിക് ജാക്ക്. ഹൈഡ്രോളിക് ജാക്കിൽ എങ്ങനെയാ, അപ്പോൾ ഒരു കാറിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു വലിയൊരു ബേസിൽ വെക്കും. എന്നിട്ട് ഇവിടെ പിസ്റ്റന്റെ ഏരിയ കുറച്ച് ഹയർ ആയിരിക്കും. ഈ ലിഫ്റ്റ് ചെയ്യുന്ന ഈ ഏരിയയിൽ പിസ്റ്റന്റെ ഏരിയ കുറച്ച് ഹയർ ആയിരിക്കും. ഈ കാറിന്റെ വെയിറ്റും കൂടുതലാണ്. സോ എ ഹയർ വെയിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ ഹയർ ഏരിയ. ഈ രണ്ട് വാല്യൂ കൂടുമ്പോൾ പ്രഷർ ഒരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടും. ഇനി ഇതിനെങ്ങനെയാ ബാലൻസ് ചെയ്യണേ? ഒരു ചെറിയ ഏരിയയില് ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് കണ്ട പ്രഷറിന്റെ ഇൻഡ്യൂട്ടീവ് ആസ്പെക്ട്. ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്താൽ ഒരു പ്രഷർ കിട്ടും. ഹയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഹയർ ഏരിയയിൽ സ്പ്രെഡ് ചെയ്താലും പ്രഷർ സെയിം ആയിരിക്കും. ഈ പ്രിൻസിപ്പിൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, നമ്മുടെ ഒരു മെയിൻ പോയിന്റ് ഇതിലെന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ 1 മീറ്റർ താഴേക്ക് പോയാൽ, ഇപ്പൊ നിങ്ങൾ ഇവിടെ 1 മീറ്റർ ഇവിടെ പുഷ് ചെയ്തു, ചെറിയ, ഇപ്പോൾ അത് കാറിന്റെ വെയിറ്റ് 500 കിലോഗ്രാം ആണെങ്കിൽ ഇത് ചെറിയ നമുക്ക് കൈ കൊണ്ട് പുഷ് ചെയ്തിട്ട് അതിനെ റൈസ് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇവിടെ 1 മീറ്റർ റൈസ് ആവുമ്പോൾ ഇവിടെ അത്ര റൈസ് ആവില്ല. 1 മീറ്റർ റൈസ് ആവില്ല. കാരണം ഇവിടെ 1 മീറ്റർ ലോവർ ചെയ്യുമ്പോൾ എത്ര ഫ്ലൂയിഡ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ആവണോ? ഇത് ചെറിയ ഏരിയ അല്ലേ, വളരെ ചെറിയ ഏരിയ അല്ലേ. അപ്പൊ എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആവണോ അത്ര ഫ്ലൂയിഡേ ഇവിടെ റൈസ് ചെയ്യുള്ളൂ. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ അവിടെ ചെറിയൊരു ബ്ലാങ്ക്നെസ് വെക്കുകയാണ്. സോ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ A1 ഇവിടുത്തെ താഴത്തെ മൂവ്മെന്റ് x1 ആണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു A2 x2. A2 x2. A1 ചെറുതാ, A2 വളരെ വലിയ വാല്യൂ ആണ്. അപ്പോൾ ദിസ് വാല്യൂ, ദ A1 വാല്യൂ ഈസ് മേ ബി എ ലോവർ വാല്യൂ, A2 വാല്യൂ ഇസ് എ ഹയർ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള വാല്യൂ ലോവർ ആവണം. അങ്ങനെയാണെങ്കിലാണ് പ്രൊഡക്റ്റുകൾ ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അപ്പൊ A2 വാല്യൂ കൂടുതലാണെങ്കിൽ x2 വാല്യൂ കുറവായിരിക്കും. ഇപ്പൊ ഇവിടെ 1 മീറ്റർ ലോവർ ചെയ്താൽ അവിടെ ചെറിയ ആ ഏരിയ റേഷ്യോ അനുസരിച്ച്
ചെറിയൊരു വാല്യൂ ആണ് ലിഫ്റ്റ് ആവുള്ളൂ. Anyway, this is the principle that we studied in our school days as the idea of Pascal's law, and we are just coming to the fag end. And if this is yes sir, നമുക്കിനി ഒരു 5 minutes കൂടെ ഉണ്ട്. conclude ചെയ്യാം sir, conclude ചെയ്യാം. So this is the idea in Pascal's law. Please remember these two equations. Here force is F1 and this area is A1, and there also force F2 by area A2. This equation is the idea of the Pascal's law. F1 by A1, pressure experienced at this point will be same as pressure experienced at this point, because these are in horizontal plane. You know, in a static fluid, pressure will be same on a horizontal plane. If you have a pressure here, the same pressure will be available here, same pressure will be available here, same pressure will be experienced there, because all there you have the same horizontal points. Okay, so by using that you can do this question. Someone can do the question, and the meanwhile I will come to this point. We have seen all the areas, and you can do the question. Someone will be doing the question. By that time I will be clearing the answers. Please. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയൂ സർ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചു പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. സൈദ് സാറേ, നമുക്ക് ഈ സെഷന്റെ പ്രോബ്ലം നമ്മൾ കമ്പ്യൂട്ടേഷൻ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഡൗട്ട് നമ്മൾ ആദ്യം പുള്ളി ചോദിച്ചിരുന്ന ഇതാണ്, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി അതിനെ പറ്റി പുള്ളിക്ക് ഒരു ധാരണ കിട്ടിയിട്ടില്ല. അതായത് മാസ് ഡെൻസിറ്റി എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി വരുന്നതെന്നാണ് പുള്ളിയുടെ ചോദ്യം. നമുക്ക് പറയാം സാറേ, ഒരു പ്രശ്നമില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഒരു ഫ്ലൂയിഡ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, അതിന്റെ റിലേറ്റീവ് കുറെ ഫ്ലൂയിഡ്സിനെ ഒരുമിച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കോമൺ ബേസിൽ നിങ്ങൾ കമ്പയർ ചെയ്യാണ് നല്ലത്. അതിനാണ് സ്പെസിഫിക് ഗ്രാവിറ്റി യൂസ് ചെയ്യണേ. റിലേറ്റീവ് ഡെൻസിറ്റി എന്നാ പറയാം. എല്ലാത്തിന്റെയും ഡെൻസിറ്റി കമ്പയർ. ഇപ്പൊ നമുക്കറിയാം, ഒരെണ്ണത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിക്ക് ഇക്വലന്റ് ആയിരിക്കും. ഒരെണ്ണത്തിന്റെ ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാട്ടും കുറവായിരിക്കും. ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണല്ലോ, mass density of fluid divided by mass density of standard fluid. ഇതാണ് ആ ചോദിച്ച ആൾക്കുള്ള ആൻസർ. മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഒറ്റ കേസേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക എന്താ, ലിക്വിഡ്സ് ആണ് അല്ലെ. അപ്പൊ ലിക്വിഡ്സ് ആകുമ്പോഴുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം അതിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എപ്പോഴും വാട്ടർ ആണ് യൂസ് ചെയ്യുക. അതന്നെ 4 ഡിഗ്രി സെൽഷ്യസ് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള വാല്യൂ ആണ് നിങ്ങളുടെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ 1000. അപ്പൊ എന്തായി, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് വിൽ ബി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു 1000. Specific gravity of liquid into 1000, that much kilogram per meter cube. Sir, പറയൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ എന്താണ് എന്നൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരാള്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ വാല്യൂ ചെയ്യും. അപ്പോൾ ചേഞ്ച് ചെയ്യുമല്ലോ, വേറെ വേറെ പ്രഷർ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ ഗേജ് കാലിബ്രേറ്റ് ചെയ്യുന്നത് 0, ആ ഒരു ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടീഷനിൽ 0 കിട്ടാനാണ്. അവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ ഒരു ഫ്ലോ ഒക്കെ കൊടുത്തു, അവിടെ ഒരു ഗേജ് റീഡിങ് കിട്ടി, 10 ബാർ എന്നുള്ള റീഡിങ് കിട്ടി. ഈ 10 ബാർ ഇന്ത്യയിൽ ചെയ്തതിന്റെ എഫക്റ്റും US ചെയ്യുന്നതിന്റെ എഫക്റ്റ് ഇക്വലന്റ് ആവണമെന്നില്ല. കാരണം അവിടുത്തെ ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ അനുസരിച്ചുള്ള ചെറിയ എറേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പാരിസണിൽ നമ്മൾ എന്ത് ചെയ്യണു, അബ്സല്യൂട്ട് ലെവലിന് ഏറ്റവും താഴെയുള്ള പ്രഷറിന്റെ ലെവലിന് നിങ്ങൾ ആ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യുക, വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ ഫൈനൽ വാല്യൂം എറർ ഫ്രീ ആയിരിക്കും. അതിനുള്ള ഐഡിയ ആണ് ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കൂടെ ഗേജ് പ്രഷർ ആഡ് ചെയ്യുക. അത് ഓരോ സ്ഥലത്തെ ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ മാറും, അതിനനുസരിച്ചുള്ള ഗേജ് പ്രഷർ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ സമ്മ് എല്ലായിടത്തും കമ്പയറബിൾ ആയിരിക്കും. ഇതാണ് ഐഡിയ സർ. ഓക്കെ സാർ. സാർ, ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ഗേജ് പ്രഷർ മെഷർ ചെയ്യാം? ഹൗ ക്യാൻ വി മെഷർ ഗേജ് പ്രഷർ? അതാണ് ചോദ്യം. ഗേജ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഗേജുകൾ യൂസ് ചെയ്താൽ മതി അല്ലേ.
അല്ലെങ്കിൽ നമുക്ക് മാനോമീറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് അവൈലബിൾ ടൂൾസ്. സാധാരണ ചെറിയ പ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യും. പീസോമീറ്റേഴ്സ്, യൂട്യൂബ് മാനോമീറ്റർ, നമ്മുടെ ലാബുകളിലൊക്കെ നമ്മളത് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് യൂസ് ചെയ്യും. കുറച്ച് ഹയർ ആയിട്ടുള്ള പ്രഷേഴ്സ് ആണെങ്കിൽ ഗേജസ് ഉണ്ട്. ബോർഡൺ ട്യൂബ് പ്രഷർ ഗേജ്, ഇതാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പ്രഷർ ഗേജ് ഫീൽഡിൽ. പിന്നെ ചിലപ്പോ ആ പ്രഷർ എപ്പോഴും വേരി ചെയ്യുന്ന പ്രഷർ ആയിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് പ്രഷർ. അപ്പൊ അത് മെഷർ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG ടെക്നിക്കിലൊക്കെ അത് കണ്ടിന്യൂസ് പ്ലോട്ട് ആയിട്ടാണ് മെഷർ ചെയ്യുക അല്ലെ. അതിന് യൂസ് ചെയ്യുക പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഇതൊക്കെ ഗേജ് പ്രഷർ മെഷർ ചെയ്യാനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പറയൂ സാർ. സാർ ഇതുപോലെ തന്നെ വാക്വം പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാമെന്നും ചോദിക്കുന്നുണ്ട്. വാക്വം ഗേജസ്, ആ പ്രഷർ മെഷറിങ്ങിന്റെ ഐഡിയ കഴിഞ്ഞ അതിൽ പറഞ്ഞിരുന്നു. ഒരു പ്രഷറിനെ, പോസിറ്റീവ് പ്രഷർ ഗേജ് പ്രഷർ ആണെങ്കിൽ അത് ആ ഫ്ലൂയിഡ് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഗേജിന്റെ ഉള്ളില് ആ ഫ്ലൂയിഡിന്റെ പ്രഷർ അനുസരിച്ച് ഡിഫ്ലക്ഷൻ കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവും. ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജിന്റെ ഒക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് നോക്കിയാലും കിട്ടും. ഇഷ്ടംപോലെ ഐഡിയ ഉള്ള വീഡിയോസ് കിട്ടും കേട്ടോ. അങ്ങനെ വാക്വം ഗേജസ് ഇതേപോലെയാണ്. നേരെ തിരിച്ച് ആ സക്ഷൻ എഫക്ട്, വാക്വം എഫക്ട് കൂടുന്തോറും അതനുസരിച്ച് ഡിഫ്ലക്ഷൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉള്ള ഗേജ് ആയിരിക്കും. അത് ആ ഗേജിന്റെ ഡിഫ്ലക്ഷൻ ഇതേപോലെ ആയിരിക്കും വാക്വം ഗേജസിന്റെ. പക്ഷെ മറ്റേ പോസിറ്റീവ് ഗേജിന്റെ ഡിഫ്ലക്ഷൻ ഇതേപോലെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ ചോദിച്ച ആൾ തന്നെ ഇതൊന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ വരട്ടെ. ഓക്കെ ഓക്കെ സാർ, ഇത്രയും ചോദ്യങ്ങൾ നമുക്കുള്ളൂ. സാർ ഇതിന്റെ ആൻസറും കൂടി കൊടുത്താലോ അവർക്ക്? തീർച്ചയായും. ഇതിന്റെ ആൻസർ 111902 ന്യൂട്ടൺ. എല്ലാരും 500 പാസ്കൽ എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക. അപൂർവ ആൾക്കാരെ കറക്റ്റ്. എന്താ കാരണം എന്നറിയോ? ഒറ്റ കേസാണ് ഇതിലുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡില് പ്രഷർ ഈസ് സെയിം അലോങ് ദി ഹൊറിസോണ്ടൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ സെക്ഷനിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ F1/A1. ഇപ്പൊ ഇത് A1 ഏരിയ ആണെങ്കിൽ F1/A1 ആണ്. ഇവിടുത്തെ പ്രഷർ F2/A2 ആണ്. അപ്പോ മാനോമെട്രിക് പ്രോബ്ലത്തിന്റെ ഐഡിയ നിങ്ങൾ ഒന്ന് കെയർഫുൾ ആവണം. അപ്പോ നമുക്കറിയാം, ഇഫ് ദിസ് പോയിന്റ് ഈസ് A, if this point is B, Manu sir, just a minute, I can say PA is equal to PB. PA is equal to PB. If this point is C, no, PA is not equal to PC because it's in a higher level. ഇവിടുത്തെ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഉണ്ടാവും. PA is equal to PB. So what I can say, PA is equal to or I can say like F1 1 minute, just a minute. I can say that okay, F1 by PA will be F1 by A1. PB will be that top pressure F2 by A2 plus F2 by A2 is pressure experienced here due to that external force, surface force at that level. Here, when you are coming, you are having a column. You are having a column. That column pressure rho GH has to be added. So this is the equation to solve it. F1 by A1 should be F2 by A2 plus rho GH. Rho is the density of this oil. H is this distance, 2 meters. So I believe you will be convinced about it. Okay, so let me wind up. You have given your questions. You have actively participated 3 or 4 times. You given the answers. Thank you very much. This was very interactive one, and thank you to all of you. Thank you, sir. Thank you very much. അജിത്ത്, നമ്മുടെ ഇന്നത്തെ സെഷൻ പ്രസന്റ് ചെയ്തത് ഒരിക്കൽ കൂടി പറയാം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കരയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ ആയിട്ടുള്ള ശ്രീ സജിത് സാറാണ്. So, sir, thank you so much for your very informative and very interesting session. Thank you so much. അതുപോലെ നമ്മുടെ ഇന്നത്തെ പാനലിസ്റ്റ് ആയിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെൻട്രൽ പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രത്തിലെ ശ്രീ മനു ജി ആണ്. അദ്ദേഹം അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറാണ്. അതുപോലെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്തത്
ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറായിട്ടുള്ള സിജോ സാറാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ സിട്രയിൽ നിന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത സതീഷ് സാറിനും നന്ദി അറിയിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ വീഡിയോ 2 ദിവസത്തിനകം തന്നെ യൂട്യൂബിൽ ലഭ്യമാവും. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് തൽക്കാലം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തിനകം ഈ ക്ലാസ് യൂട്യൂബ് ചാനലിൽ കാണാം. So thank you so much, Sajid. Thank you, Manu. Thank you, Sijo. Thank you, sir. Thank you once again. Thank you, sir. Thank you, sir. Thank you all. Thank you. Sijo recording stop ചെയ്യാലോ.